പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയനെ ആദർശം കൂടി ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹമ്പ് ചാടുന്ന സമയത്ത് ആദർശിനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ നയന. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ രാത്രി ഇങ്ങനെ ബൈക്കിൽ പോകാൻ നല്ല ജോളിയാണ് എന്നുള്ള കാര്യം. ഉണ്ടാകും എന്നുള്ള കാര്യം ആദർശ് പറയുകയാണേ. അത് കഴിഞ്ഞ് നയന മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതിൽ പരം ഒരു പെണ്ണിന് മറ്റെന്ത് സന്തോഷമാണ് വേണ്ടത്. അങ്ങനെ പോകുന്ന വഴി കടയൊക്കെ നോക്കുന്നുണ്ട്. കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. എന്താ ഈ കടകളെല്ലാം അടിച്ചിരിക്കുന്നത്, മറ്റൊരു കട നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ് കേട്ടോ. തുടർന്ന് ബീഡ കടയിലുള്ള ആള് വയറിന് പെട്ടെന്ന് എന്തോ ഒരു അസുഖം പോലെ തോന്നിയിട്ട് വെള്ളം എടുത്തിട്ട് അവിടുന്ന് പാതി ഷട്ടർ ഇട്ടിട്ട് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അയാൾ പോയതിനു ശേഷമാണ് രണ്ടുപേരും കൂടി അവിടെ എത്തുന്നത് കേട്ടോ. ദേ ആ കട തുറന്നിട്ടുണ്ടല്ലോ, മുഴുവനായിട്ടും അടച്ചിട്ടില്ല, എന്തായാലും അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചെല്ലുകയാണേ. കടയ്ക്ക് മുമ്പിൽ എത്തുന്ന സമയത്ത് അവിടെ ആരുമില്ലെന്ന് മനസ്സിലാവണേ. ഇതെന്താ പാതി ഷട്ടർ ഇട്ടിട്ട്, കടയിൽ ആരും ഇല്ലല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ കട നോക്കാം എന്ന് നയന പറയുമ്പോൾ, പിന്നെ വേറെ കട നോക്കാനോ, വരുന്ന കടയിലൊക്കെ ഷട്ടർ ഇട്ടിരിക്കുന്നത് നീ കണ്ടതല്ലേ, ഇനിയിപ്പോൾ എവിടെ ചുറ്റി കറങ്ങാനാ, വേറെ ഒന്നും നോക്കാനില്ല, വാ നമുക്ക് ഉള്ളിലേക്ക് പോകാം. നീയല്ലേ ബീഡ വേണമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് വാ ഉള്ളിലേക്ക് പോവാ എന്ന് പറയുമ്പോൾ, ഇവിടെ ആരും ഇല്ലാത്ത കടയിൽ നമ്മൾ എങ്ങനെയാണ് ചെല്ലുന്നത്, അതിനെന്താ കട പകുതി തുറന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വേണ്ട ബീഡ എടുത്തതിന് ശേഷം ക്യാഷ് അവിടെ വെക്കാം. എനിക്കെന്താ അറിയില്ല ആദർശേട്ടാ, ഭയങ്കര പേടിയാവുന്നു എന്ന് പറയുമ്പോൾ, പിന്നെ ഒന്നും അറിയാത്ത പോലെ നടിക്കല്ലേ, ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുകയാണേ. അതൊക്കെ ചെറിയ പ്രായത്തിലല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഓ നീ ഇപ്പൊ കിളവിയായോ എന്ന് ചോദിക്കുകയാണേ ആദർശ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്തെങ്കിലും പ്രശ്നമാവോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്താലേ ത്രില്ലിംഗ് ആവുള്ളൂ, വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആദർശ് നയനയും കൂട്ടിയിട്ട് കടയ്ക്കുള്ളിലേക്ക് ചെല്ലാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെന്നതിന് ശേഷം വെറ്റില കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ബീഡ ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ സൂപ്പറായിട്ട് ഉണ്ടാക്കി തരാം എന്ന് പറയണം. അങ്ങനെ നോക്കുമ്പോൾ വെറ്റില കാണാണ്. വെറ്റില എടുക്കാൻ പോകുമ്പോഴേക്കും നയന മറ്റൊരു പണി ഒപ്പിക്കുകയാണ് കേട്ടോ. പാതി കിടക്കുന്ന ഷട്ടർ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാണ്. നീ എന്തായി കാണിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിങ്ങളല്ലേ പറഞ്ഞത് ചെയ്യുമ്പോൾ എല്ലാം ത്രില്ലായിട്ട് ചെയ്യണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെ വെറ്റിലയിൽ എല്ലാ സാധനങ്ങളും ഇട്ടിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇടുന്നൊക്കെ നയന പറയുന്ന സമയത്ത് അതിടാൻ പറ്റില്ല എന്നൊക്കെ നയനൻ്റെ അടുത്ത് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കടക്കാരനാണെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് കട ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ പാതി ഷട്ടർ ഇട്ടിട്ടാണല്ലോ പോയത്, അപ്പോഴേക്കും ഇത് ആരെ മുഴുവനായിട്ട് മൂടിയത്. അവിടെ ബൈക്കും കാണുമ്പോൾ, ഓഹോ ഒരവസരം കിട്ടിയപ്പോൾ ഉള്ളിൽ കയറി കക്കാന്നല്ല വിചാരിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം കണ്ടോ എന്ന് അയാൾ പറയണേ. അങ്ങനെ അയാൾ ഷട്ടർ തുറക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നയനയുടെയും ആദർശിൻ്റെയും സംസാരം കേൾക്കുന്നത്. നിങ്ങളെന്താ ഇങ്ങനെ നന്നായിട്ടുണ്ടാക്കുമോ, കടക്കാരൻ വരെ ഞെട്ടിപ്പോകുമല്ലോ, എന്ത് ജോലിയാണെങ്കിലും എനിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ആദർശം ഉണ്ടാക്കിയ പീഡ എടുത്തിട്ട് നയനയുടെ വായിൽ വെച്ച് വെക്കാണ് കേട്ടോ. വാവ് സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് നയന ഉണ്ടാക്കുകയാണേ. ആ സമയത്ത് കടക്കാരൻ പുറത്ത് നിന്നിട്ട് വിചാരിക്കുന്നുണ്ട്, ഓ കള്ളം മാത്രമല്ല കള്ളിയും കൂടി ഉണ്ടല്ലേ. അങ്ങനെ നയന ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആദർശ് അതിനകത്ത് ഇടരുത്, തലയ്ക്ക് പട്ട് പിടിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞ ആ പൊടി ആദർശ് കാണാതെ അതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നയന. അങ്ങനെ ആദർശ് അത് കഴിക്കുന്നതോട് കൂടിയിട്ട് ആദർശിന്റെ കിളി പോയ അവസ്ഥയാവാണ് കേട്ടോ. നേരെ ചെന്നിട്ട് വീഴാൻ വേണ്ടി പോകുമ്പോൾ ടേപ്പ് റെക്കോർഡിന്റെ മേലെയാണ് കൈ വെക്കുന്നത്. അപ്പം പാട്ട് പാടുന്നുണ്ട്. പുറത്തുനിന്ന് പാട്ട് പാടുന്നത് കേട്ടിട്ട്, കൊള്ളാലോ ഇവർ പാട്ടൊക്കെ വെച്ചിട്ടാണോ കള്ളത്തരം ചെയ്യുന്നത്. പിന്നെ ആദർശ് ഭയങ്കര ഡാൻസ് ഒക്കെയാണ്. അങ്ങനെ കടക്കാരൻ നേരെ പോലീസിനെ വിളിക്കുകയാണ്. പോലീസ് ഉടനെ തന്നെ കടേൻ്റെ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ ആദർശ് നയന് സൂപ്പർ ഡാൻസ് ആണ് കേട്ടോ. പുറമെ പോലീസുകാർ എത്തിയിട്ട് ഷട്ടർ തുറന്ന് നോക്കുമ്പോൾ രണ്ടുപേരും പൊളിഞ്ഞ ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ അവർ വിളിക്കുകയാണ് കേട്ടോ. ആദ്യം പോലീസുകാർ അവരുടെ കൂടെ കുറച്ചു നേരം ഡാൻസ് ഒക്കെ കളിച്ചതിന് ശേഷമാണ് വിളിക്കുന്നത്. വിളിക്കുമ്പോൾ ആരെടാ എന്ന് ചോദിക്കുകയാണ്. പോലീസുകാരനെയാണോടാ നീ ഇടാന്ന് വിളിക്കുന്നുള്ള കാര്യം പറയുമ്പോൾ നയന, അയ്യോ സോറി സാർ, അറിയാതെ വിളിച്ചു പോയതാണ്, ക്ഷമിക്കണം എന്ന് പറയുകയാണേ. നിങ്ങൾ എന്തിനാ വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഞങ്ങൾ ബീഡ കഴിക്കാൻ വേണ്ടി വന്നാന്ന് പറയുകയാണേ. സാർ, എൻ്റെ ഭാര്യയ്ക്ക് രാത്രി ബീഡ കഴിക്കണമെന്നൊരാഗ്രഹം, അതുകൊണ്ട് അവളെയും കൂട്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ്. ഒരുപാട് കടകൾ നോക്കി, അതൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഈ കടയിലാണെങ്കിൽ പാതി ഷട്ടർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആളെ കണ്ടില്ല. പക്ഷേ ഞങ്ങൾ ബീഡ ഉണ്ടാക്കി കഴിച്ചിട്ട് ക്യാഷ് ഇവിടെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയും സാറിന് ഞങ്ങളെ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ അവർ ക്യാഷ് വെക്കുന്ന ഡ്രോയറിനകത്ത് നോക്കിക്കോളൂ, എന്തെങ്കിലും ക്യാഷ് മിസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ പോലീസുകാരൻ അയാളോട് ക്യാഷ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. ഇല്ല സാർ, പൈസ കുറവൊന്നുമില്ല എന്ന് പറയാണ്. ഒരു 100 രൂപ കൂടുതലില്ലേ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയാണ്. ഞങ്ങൾ കഴിച്ച ബീഡേൻ്റെ ക്യാഷ് ആണെന്നുള്ള കാര്യം കൂടി ആദർശ് പറയുന്നുണ്ട്. ഓ നിങ്ങൾ പണം വരെ കൊടുത്തോ, പിന്നെ എന്തിനാണോ ഞങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. സാർ, എനിക്ക് ഇവർ പറയുന്ന അത്ര വിശ്വാസമായിട്ട് തോന്നുന്നില്ല, സാറ് വരുന്നുണ്ടെന്നുള്ള കാര്യം കണ്ടപ്പോൾ അവർ പൈസ വെച്ചാന്ന് തോന്നുന്നുള്ള കാര്യം പറയുകയാണേ. അത് കഴിഞ്ഞ് കോൺസ്റ്റബിളിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവർ പറയുന്നതിൽ സത്യമില്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. സാർ, എന്തോ എവിടെയും
ഒത്തുചേരാത്ത പോലെ തോന്നുന്നുണ്ടെന്ന് പറയണേ. സർ ശരിക്കും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണെന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്തിട്ടൊന്ന് വീട്ടിലേക്ക് വിളിച്ചതെന്ന് പറയണേ. ആ സമയത്ത് രണ്ടുപേരും ഫോൺ എടുത്തിട്ടില്ല കേട്ടോ. സർ ഞങ്ങൾ ഫോൺ കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങൾ വേണമെങ്കിൽ വീട്ടിലത്തെ നമ്പർ തരാം, നിങ്ങൾ തന്നെ വിളിച്ച് ചോദിച്ചു നോക്കൂ എന്ന് പറയണേ. ഇങ്ങനത്തെ വേലയൊന്നും ഞങ്ങളോട് ഇറക്കണ്ട. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഫോണില്ലാണ്ട് പുറത്തേക്ക് വരുമോ എന്നുള്ള കാര്യം പോലീസുകാരൻ ചോദിക്കുമ്പോൾ നയന ആദർശിന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഇത് കേട്ടോ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഒരാൾ ഫോൺ എടുക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇപ്പൊ കേട്ടില്ലേ? ഇപ്പൊ നമ്മൾ കള്ളന്മാരായില്ലേ? നീ എന്താ ഇങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നത്? നിന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ ആരും അറിയാതെ നമ്മൾ പുറത്തേക്ക് വന്നത്? നീ കാരണം ഇപ്പൊ എനിക്കാണ് തലവേദനയായത്. അപ്പൊ ഞാൻ കടയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞപ്പോ ഒരു ത്രില്ല് വേണമെന്ന് ആരാ പറഞ്ഞതെന്ന് ആദർശിന്റെ അടുത്ത് നയന ചോദിക്കുകയാണേ. നീ അങ്ങോട്ട് ഓവറായിട്ട് സംസാരിച്ചു പോകുന്നത്? ഈ രാത്രിയിൽ നിനക്ക് ബീഡയില്ലാതെ മറ്റൊന്നും നിനക്ക് ആശയില്ലായിരുന്നോ? ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടി വന്നതെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് സ്നേഹമല്ല, വെറും വേഷം കെട്ടലാണ് എന്നുള്ള കാര്യം. നീ എന്താ പറഞ്ഞു വരുന്നത് വെച്ചും കണ്ട് രണ്ടുപേരും കൂടി ഭയങ്കര അടിയാണ് കേട്ടോ. ഇത് കേട്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് രണ്ടുപേരും ഒന്ന് നിർത്തുവോ? അല്ല സർ ഞാൻ പറയാമെന്ന് ആദർശ് പറയുമ്പോൾ, വേണ്ട സർ ഞാൻ പറയാം, സർ എന്താ നടന്നതെന്ന് ഞാൻ പറയാമെന്ന് രണ്ടുപേരും പറയുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒന്നും പറയണ്ട. നിങ്ങളുണ്ടാക്കിയ അടി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന്. നിങ്ങളുടെ പേരെന്താ എന്ന് പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദർശ് എന്ന് പറയുകയാണേ. കൊടുക്കൈ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, രാത്രിയിൽ ഭാര്യയ്ക്ക് ബീഡ വേണം എന്ന് പറഞ്ഞപ്പോൾ കൂട്ടിക്കൊണ്ടുവന്ന് ഷട്ടർ ഇടാത്ത കടയിൽ കയറിങ്ങാണ്ട് മേടിച്ചു കൊടുത്തല്ലോ, അത് വലിയ കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞ് കടക്കാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ശരിക്കും കസ്റ്റമർ ആരാണ് കള്ളൻ ആരാന്നുള്ള കാര്യം പോലും അറിയാണ്ടാണ് ഞങ്ങളെ വിളിച്ചത്, വാ പോവാ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്ന് പോവാണ് കേട്ടോ. പോലീസുകാർ പോയതിന് ശേഷം നീ കാരണം എൻ്റെ മാനം തന്നെ പോയനെ, ഭാഗ്യമുണ്ട് ആരും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് രണ്ടുപേരും ബൈക്കിന് കയറി പോവാണ് കേട്ടോ ചെയ്യുന്നത്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.